ഹായ്, എൻ്റെ പേര് ആത്തിക. ഞാനിപ്പോൾ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള UGC നെറ്റ് എക്സാമിനേഷനിൽ JRF ക്വാളിഫൈ ചെയ്തു. ഇതെൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. എൻ്റെ പ്രിപ്പറേഷനിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത് ഐഫറിന് തന്നെയാണ്. ഐഫർ പ്ലാറ്റ്ഫോം തന്നിട്ടുള്ള ഡിഫറെൻറ്റ് റിസോഴ്സുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഐഫറിൻ്റെ ക്ലാസ്സസ് ആണെങ്കിലും റെക്കോർഡിംഗ് സെഷൻസ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും പിന്നെ ഇപ്രാവശ്യത്തെ എൻ്റെ ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഫോക്കസ് ഗ്രൂപ്പിലെ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ഐഫറിൽ അസിസ്റ്റൻറ്റ് മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രിപ്പറേഷനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽസ് ആണെങ്കിലും വളരെയധികം നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. ഒരു സമ്മറൈസ്ഡ് വേർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഹ്യൂജ് സിലബസ് പഠിക്കുന്ന ഫീലിങ്സ് നമുക്കൊരിക്കലും ഉണ്ടാവില്ല. മെൻറ്ററിനെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ആൾ നമ്മളെ എപ്പോൾ ഉള്ള എന്ത് ചെറിയ കൺസേൺസ് പോലും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഐഫർ പറയുന്നത് പോലെ തന്നെ ഇറ്റ്സ് എ ബിയോണ്ട് പ്രോമിസ് പ്രോസസ്. ആൻഡ് ഓഫ് കോഴ്സ് അത് നമുക്ക് തരുന്ന എല്ലാ ഫീച്ചേഴ്സും ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ UGC നെറ്റിൻ്റെ JRF എന്ന് പറയുന്നതിൻ്റെ കട്ട് ഓഫ് പോലും നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്ത് നമുക്കിത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി കഷ്ടപ്പെടേണ്ട. ഐഫർ ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ.